ഹലോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അതുപോലെ തന്നെ എല്ലാവർക്കും ഷഹസാത്തുൽ ബസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ നേരത്തെ എണീറ്റിട്ടുണ്ട്. 4:30 ആയിട്ടോ. വീഡിയോ എടുക്കുന്നത് 4:40-നാണ്. നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പെരുന്നാൾ തിരക്കിലായിരിക്കില്ല, എല്ലാവരും നേരത്തെ എണീറ്റിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെരുന്നാൾ തലേന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഉറക്കമൊന്നും വരില്ല, നല്ല നേരം വൈകിട്ടാണ് കിടക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരം വൈകിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. എളാമ്മമാരും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മെഹന്തി ഇട്ട് കൊടുക്കലും പിന്നെ പാട്ടും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിടക്കാൻ തന്നെ നല്ല നേരം വൈകി, 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കിടക്കാൻ. പിന്നെ നമ്മൾ ഉള്ളി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അങ്ങനെ ഇരുട്ടാണ് കേട്ടോ. നമ്മൾ നേരം വെളുക്കുന്നേ ഉള്ളൂ. കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി. ഇത് കോഴി ഇറച്ചിയാണ് കേട്ടോ, നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്. അപ്പോൾ ഇനി ഇതൊക്കെ കഴുകി വൃത്തിയാക്കണം. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കുക. അപ്പോൾ നമ്മൾ ചായയൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ച് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. പെരുന്നാൾ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ്. പെരുന്നാൾ ഡ്രസ്സ് വേറെയാണ്. അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതാണ് കേട്ടോ ഇടുന്നത്, മാക്സിയാണ്. പിന്നെ അത് മാക്സി ഷാളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഗൾഫിലത്തെ ഷാളാണ്. അപ്പോൾ ഇത് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ പിന്നെ അങ്ങനെ ഷാളുകൾക്ക് സീക്വൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. പെരുന്നാൾ വീഡിയോ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ചായയൊക്കെ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. വാപ്പയും ഉമ്മയും അനിയനൊക്കെ എണീറ്റ്, കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മോളുടെ ഡ്രസ്സ്, പെരുന്നാൾ ഡ്രസ്സാണ്. ഇത് കുപ്പായമാണ്, പിന്നെ ഇത് പാൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ മോഡൽ സറാറ മോഡലാണ്. പിന്നെ അതിന് ഷാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മോൻ്റെ ഡ്രസ്സാണ് കേട്ടോ. നമ്മൾ മോന് പെരുന്നാളിന് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അവനക്ക് ഒരുപാട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലെ ഡ്രസ്സ് എടുക്കണ്ടല്ലേ പറഞ്ഞിട്ട് അവൻ എടുത്തിട്ടില്ല. ഇത് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. ഇക്കാൻ്റെ ഏട്ടൻ തന്ന ഡ്രസ്സാണ് കേട്ടോ. അടിപൊളി മെറ്റീരിയൽസാണ്. മോൻ ഇട്ടപ്പോഴും ഒരുപാട് നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു. ഒരു ലൈറ്റ് റോസ് കളറാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടിട്ട് മോൾ എണീറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ എണീറ്റ് വന്നിട്ട് മോളിതാ സോഫയിൽ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഇത്തിരി നേരം വെളുത്തു കേട്ടോ. സമയം 6:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പള്ളിയിൽ 7 മണിക്കാണ് പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നത്. അപ്പോൾ ഒരു 6:45 ആകുമ്പോഴത്തേനും നമുക്ക് പള്ളിയിലെത്തണം കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം പെരുന്നാളിനൊക്കെ പെരുന്നാൾ നിസ്കാരമൊക്കെ വീട്ടിലാണ് നിസ്കരിക്കുക. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ആണ് നിസ്കരിക്കാറ്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അത് മിസ് ചെയ്യണത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അത് എത്രത്തോളം പ്രാധാന്യമായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിയൻ പള്ളിയിലേക്ക് പോകും കേട്ടോ. നമ്മൾ പള്ളി വരുന്ന സമയത്ത് നമ്മൾ ഫാമിലിയിലുള്ള എല്ലാവിടെയും നമ്മൾ പോയിട്ടാണ് കേട്ടോ വരാറ്. അപ്പോൾ ഇമ്മയും വാപ്പി പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ മുസലയൊക്കെ നമ്മൾ തന്നെ കൈ പിടിക്കണം കേട്ടോ. പെരുന്നാൾ നിസ്കാരം നമ്മൾ പള്ളി മൈതാനത്ത് വെച്ചിട്ടാണ് കേട്ടോ നിർവഹിക്കാറ്. അങ്ങനെ അപ്പോൾ ഉമ്മയും വാപ്പയൊക്കെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. അവർ പള്ളിയിൽ പോയിട്ട് ഇവിടെ ഒരാൾ കരയുകയാണ് ഗായ്സ്. ഹലോ ഗായ്സ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് മോൻ പത്രം വായിക്കുകയാണ്. അപ്പോൾ ഇന്ന് പെരുന്നാളായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ന്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുകയാണ്. എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് നാശ്തയ്ക്ക് പുട്ടും അതുപോലെ തന്നെ കോഴീൻ്റെ പാർട്സ് ഗ്രേവിയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കട്ടൻ ചായ ഉണ്ട്. വേറൊന്നും വേണ്ട, ഈ 3 ഐറ്റംസ് മാത്രം മതി. നമുക്കൊരു പിടി പിടിക്കാം പെരുന്നാളായിട്ട്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്തെ പെരുന്നാളെന്ന് പറയുമ്പോൾ നമുക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെരുന്നാളായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നേരത്തെ എണീക്കുക, കുളിക്കുക, ഡ്രസ്സ് പുതിയത് മാറ്റിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുക.
അതൊരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. പെരുന്നാളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പള്ളിയിൽ പോകുക എന്നുള്ളതായിരുന്നു കേട്ടോ ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ഒരു അനുഭവം. പക്ഷേ ഇപ്പോൾ രാവിലെ എണീക്കുക, വീട്ടിലത്തെ പണികളൊക്കെ ഒരുക്കുക, കുട്ടികൾക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക, നമ്മളെല്ലാ പണികളും ഒരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് കുളിച്ച് നിസ്കരിക്കുക, അങ്ങനെയൊക്കെ ആയി മാറി. പിന്നെ നമുക്കിതാ പള്ളിയിൽ നിന്ന് ഒരു ഈദാശംസകൾ പറഞ്ഞിട്ടുള്ളൊരു കാർഡിൽ മുട്ടായിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെരുന്നാളായിട്ട് പായസം ഇല്ലെങ്കിൽ പിന്നെ എന്താല്ലേ. അപ്പോൾ നമ്മുടെ പായസം അവിടെ റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മളൊരു മധുരം പോലെ പായസം കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി അവിടെ റെഡിയായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ അനിയത്തിയുണ്ട് ഇവിടെ, പിന്നെ എൻ്റെ അനിയനുണ്ട്, പിന്നെ എൻ്റെ മോളുണ്ട്, പിന്നെ എൻ്റെ കുഞ്ഞനിയത്തി, ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ അനിയത്തിയാണ് കേട്ടോ. മൂത്താൾ ഞാനാണ്. അപ്പോൾ നമ്മുടെ പെരുന്നാൾ ബിരിയാണി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തൈരും ഉണ്ട്, പിന്നെ ഉമ്മാൻ്റെ അടിപൊളി സ്പെഷ്യൽ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. വീഡിയോ എടുത്തതിന് ശേഷമാണ് എനിക്കത് ഓർമ്മ വന്നത്, അപ്പോൾ അത് വിട്ടുപോയി. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒന്ന് മയങ്ങി കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലീസിൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മളിന്ന് ഏളാമാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ട്, വിരുന്ന് വന്നിട്ടുണ്ട് പെരുന്നാളായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ്. റൈറ്റ് സൈഡിലായിട്ട് കനാലാണ് കേട്ടോ, ചെറിയ കനാലാണ്. അപ്പോൾ അതിലത്തെ വെള്ളമാണ് കേട്ടോ ഈ ഒഴുകി വരുന്നത്. അപ്പോൾ നമ്മളിതാ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ കനാൽ, ചെറിയ കനാലാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ നമ്മൾ വീട് എത്തിയതും മോന് കരയുന്നുണ്ട്. അവന് വണ്ടിയിൽ പോകാൻ നല്ല ഇഷ്ടമാണ്. വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾ കരയും. അപ്പോൾ ഇതാണ് കേട്ടോ, ചെറിയ കനാലാണ് കേട്ടോ, അത്ര ആഴമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എളാമാൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു മരത്തിൽ ഇരുമ്പാമ്പുളി കണ്ടു കേട്ടോ. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഇരുമ്പാമ്പുളി കണ്ടതും അപ്പോൾ ഞങ്ങളതാ ഉള്ളിൽ കയറി ചെന്നതും അവിടെ ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തുണ ചത്തുപോയി, പാവം. പിന്നെ അതിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും കൂട്ടം കൂടിയിട്ടിരിക്കുകയാണ് മാള്. പിന്നെ മോന് അതിനെ കണ്ടതും ഒരേ കളിയായി ശരിയായി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. കിളീൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഓരോന്നും, മോളിങ്ങനെ കൂട്ടിലുള്ള കിളികളെ ആദ്യമായിട്ടാണ് കാണുന്നത്. മോൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തൊക്കെ ഇങ്ങനെ കളിക്കുകയായിരുന്നു. കുറേ നേരം ആ കിളികളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മോള്. പിന്നെ പുറത്തൊക്കെ പോയി ഫുട്ബോളൊക്കെ കളിക്കുകയാണ്. പിന്നെ ഞങ്ങളിതാ വീട്ടിനടുത്ത്, ഹെളാമാൻ്റെ വീട്ടിനടുത്ത് അവിടെ പുഴയുണ്ട്, ഒരു ചെറിയ പുഴയാണ്. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതൊക്കെ പാടുമാണ് കേട്ടോ. പിന്നെ ഒരു തൊടിയൊക്കെ ഉണ്ട്, ആ തൊടിയൊക്കെ കടന്നിട്ട് വേണം കേട്ടോ നമുക്ക് പോകാൻ. ആ തൊടിയിൽ ജാതിക്ക മരമൊക്കെ ഉണ്ട്. ജാതിക്കൊന്നും പഴുത്തിട്ടില്ല കേട്ടോ, ഒക്കെ പച്ചയായിരുന്നു. പിന്നെ അതിന് ശേഷം വിഷുവൊക്കെ ആയി, കണിക്കൊന്നകൾ പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു തോട് പോലെ, തോടരുവിയാണ്. പിന്നെ വെള്ളത്തിലൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അമ്മായിൻ്റെ മക്കളാണ് കേട്ടോ. പിന്നെ എല്ലാവരും കളിയായി. അപ്പോൾ നമ്മുടെ ചെറിയ പെരുന്നാൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.